ഇനി ഒന്നോടെ മേളിൽ പോകാം നമുക്ക്. ഇതേ കയറി ഏറ്റവും ടോപ്പ് സ്റ്റേഷനിലോട്ടുള്ള കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ കേബിൾ കാർ എത്താവുന്നതിൻ്റെ ഏറ്റവും മുകളിലെത്തി. ഇതാണ് അതിൻ്റെ മാക്സിമം എത്താവുന്ന സ്ഥലം. ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ ഒരു പോയിന്റ് ഉണ്ട്, ഉണ്ടോ? ഇങ്ങനെ അങ്ങ് കാണാം. ഇതിൻ്റെ ഇടയ്ക്കൊരു വാലിയാണ്, ഉണ്ടോ? ഇനി ഇങ്ങോട്ട് നിൽക്കണ കണ്ടോ? ഇതിലെല്ലാം കല്ലൊക്കെ ഉരുണ്ട് വരാണ്ട് ഫെൻസ് കിട്ടിയേക്കണുണ്ടോ? മൊത്തം സ്നോയാണേ. വിൻ്റർ ആകുമ്പോഴത്തേക്ക് ഇത് മൊത്തം മഞ്ഞായിട്ട് ഇവിടുന്ന് സ്കീയിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെ നിന്നാണ് സ്കീയിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ താഴത്തോട്ട് ഇങ്ങനെ പോകും ആൾക്കാർ. അന്നേരമാണ് ഈ ഓപ്പൺ ആയിട്ടുള്ള ഈ സാധനമൊക്കെ വർക്ക് ചെയ്യുള്ളൂ. നമ്മൾ താഴത്തോട്ട് പോകട്ടെ. ഇനി മുകളിൽ കയറി രണ്ടൊന്ന് ഫോട്ടോയൊക്കെ എടുത്തു. അതിന് താഴത്തോട്ട് പോവാണ്. സ്ഥലത്തിൻ്റെ പേരാന്ന് തോന്നുന്നു, ഡിലോങ്കിന്ന്. ഉണ്ടോ? ഇവിടുന്ന് താഴത്തേക്കാണ് ഇനി പോണേ. നമ്മൾ അത് ക്ലോസ്ഡ് സ്ഥലമായിരുന്നു. ഇനി ഇവിടെ ഒരു ഓപ്പൺ എയർ കാറുണ്ട്, അതിൽ പോകാമെന്ന് കരുതിയാണ് നമ്മളിങ്ങോട്ട് പോകുന്നത്. കുറച്ച് നടന്നു കഴിഞ്ഞാൽ ഇതേ കയറി താഴത്തോട്ട് പോകാം. ഏതെങ്കിലും വേണേലും കയറാം. ഇങ്ങനെ നടക്കണം. എല്ലാം മണ്ണൊക്കെ ഇടിഞ്ഞ് കിടക്കുകയാണ്. അത് വരുമ്പോൾ ആൾക്കാർ ഇതേ കയറും. നമ്മളിവിടെ ഇരുന്ന് കൊടുത്താൽ മതി. വേണ്ട, അന്നേരം ആ പോണ പോലെ പോകാം. ഓപ്പണായിട്ട് കേബിൾ കാറിൽ പോവാണ് ഞങ്ങൾ രണ്ടുപേരും, ഞാൻ ലിയോസും. അവിടെ പുറകിൽ സ്റ്റാൻലി ചേട്ടനൊക്കെ ഉണ്ട്. കിട്ടുന്നുണ്ടോ? ആ, വേണ്ട, നമ്മളിവിടെ സ്റ്റക്കായി. ഇതേ കയറി സ്റ്റക്കായിട്ടോ ഇങ്ങനെ കിടന്ന് ആടുവാണ്. അതെ, നമ്മൾ ചിലപ്പോൾ ശരിച്ചോണ്ടായിരിക്കും നിർത്തിയ. പിന്നെ പോകാൻ തുടങ്ങി. താഴത്തോട്ട് കണ്ടോ? ഇവിടുന്ന് ഇങ്ങനെ അങ്ങ് താഴുവാണ്. എങ്ങനെയുണ്ട്? പേടിയാവുണ്ടോ? ഇത് പേടിയൊന്നും ഉള്ള പ്രശ്നമില്ല. ഇത് വളരെ റിലാക്സിങ് ആണ്, ഭയങ്കര എൻജോയ്മെൻറ്റും ആണ്, അത്യാവശ്യം കുറച്ച് എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. പിന്നെ കാല് വെക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്, വളരെ സേഫാണ്. നമുക്ക് അതുപോലെ തന്നെ ഇങ്ങനെ ഫോട്ടോയൊക്കെ വളരെ ക്ലീനായിട്ട് എടുക്കാം. മറ്റേ ഗൊണ്ടോളയിൽ പോകുമ്പോൾ നമുക്ക് ആ തുടക്കത്തിലുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ഉള്ളൂ. അത് കഴിയുമ്പോൾ പിന്നെ നമുക്കത് ബോറടിക്കും. ഇതാണെങ്കിൽ കുറേ കൂടി നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടത് ഈ ട്രീ ഒക്കെ ഇങ്ങനെ വേണമെങ്കിൽ തൊട്ട് തലോടി അങ്ങനെ പോവാം. വളരെ എൻജോയ്മെൻ്റ് ആണ്. അത് മാത്രമല്ല, നമ്മൾ താഴെ ഒരു സ്പോർട്സ് അരീന നമ്മൾ കയറി കാണണമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ നമ്മൾ ചിന്തിച്ചപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഇനി അതിൽ കയറുന്നതിലും കൂടുതൽ ലാഭകരം നമുക്ക് ഇതിനകത്ത് പോകുമ്പോൾ അത് ഓപ്പൺ എയർ ആയതുകൊണ്ട് നമുക്ക് മേളിൽ നിന്ന് അരീനയുടെ ഒരു വ്യൂ കിട്ടും. അപ്പോൾ നമുക്കത് സേവ് ചെയ്യാനും പറ്റും. അങ്ങനെ എല്ലാം കൂടി കണക്കിലെടുത്താണ് നമ്മൾ ഈ ഗൊണ്ടോള കയറാൻ തീരുമാനിച്ചത്. നമ്മളിതിൽ പോയി മൗണ്ടൻ്റെ മേളിലേക്ക് പോകാമെന്നുള്ളത് നമ്മുടെ ഒരു പ്ലാനിലുണ്ടായിരുന്നതല്ല. കാരണം നമ്മൾ മറ്റൊരു കൊക്ടോബ എന്ന് പറയുന്ന ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു മൗണ്ടൻ്റെ മേളിലേക്ക് അത് നമുക്ക് ഡ്രൈവ് ചെയ്തും പോവാം. അങ്ങോട്ടേക്ക് പോകാൻ നമ്മൾ പ്ലാൻ ഇട്ടിരുന്നതാണ്. അതുകൊണ്ട് 2 മൗണ്ടൻ്റെ മേളിൽ പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മളത് പ്ലാനിലുണ്ടായിരുന്നതാണ്. ഇനിയിപ്പോൾ ഏതായാലും നമ്മൾ ഇതാണ് കുറേ കൂടി എൻജോയ് ചെയ്തത്. ഇതേലാട്ടോ കയറണ്ടേ. ഇതിൽ ഇങ്ങനെ കയറിയിരിക്കണം ഓപ്പൺ എയറിൽ, എങ്കിലാണ് ആ ഹൈറ്റൊക്കെ ഫീൽ ചെയ്യുള്ളൂ. നല്ല രസമുണ്ട്, കണ്ടോ?
ഇത്രയും പൊക്കത്തിൽ നിന്ന് ഇങ്ങനെ ഇതെല്ലാം കണ്ട് മരനിരകളിൽ നിന്ന് താഴത്തോട്ട് ഇങ്ങനെ പോകാം. നല്ല പേടിയാവണ ഒരു ഫീല് ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ അങ്ങനെ പേടിയൊന്നും ആവില്ല കേട്ടോ. നല്ല രസമാണ്. ഇതൊട്ടും പേടിയൊന്നും ആവില്ല. നല്ല രസമാണ്. നല്ലൊരു നൈസ് തണുത്ത കാറ്റും. പിന്നെ ഈ ചില ഭാഗങ്ങൾ മാത്രം ഇച്ചിരി കുത്തനെയുണ്ട്. ഇത് ഇച്ചിരി ഡീപ്പാണ് ഈ ഇറങ്ങണേ. പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല. ഒരു സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ചെറിയൊരു വിറയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കാല് ചവിട്ടാനൊരു സ്ഥലമുണ്ട്, അത് ചവിട്ടിയിരിക്കാം. ആൾക്കാരൊക്കെ തന്നെ ഇരിക്കണുണ്ടോ? ഉണ്ടോ ഇവരൊക്കെ? ഇതേ ഒരാൾ തന്നെ വന്നുണ്ട്. ഇതാ ഇങ്ങോട്ടോ ഇതെല്ലായിരുന്നു കയറി വരണ്ടേ. ശോ, അബദ്ധമായിപ്പോയി. കയറിയതും ഇതൊക്കെ കയറിയാൽ മതിയായിരുന്നു. ഇത്ര മനോഹരമായിട്ടല്ലേ ആ പൊതിഞ്ഞ് കെട്ടി അതിൻ്റെ അകത്ത് ഇരിക്കാണ്ട്. അങ്ങ് താഴേന്നാണെങ്കിൽ നമ്മൾ കയറി വന്നത്. ഇതിൻ്റെ അപ്പുറം നിന്നാണ്. അവിടെ ഒരു സ്റ്റേഷനുണ്ട്. ആ സ്റ്റേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ കയറി വന്നത്. അതിനേക്കാളും കുറച്ച് വേഗത കുറഞ്ഞാ പോകുന്നത്. ഇതിന്റെ ഒരു സേഫ്റ്റി കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് അതിന്റെ ഒരു ബുദ്ധിമുട്ട് ചിലപ്പോൾ കാണും. പെട്ടെന്ന് എത്തുന്ന. പക്ഷെ ഇതല്ല എൻജോയ് ചെയ്യാൻ, പയ്യെ പോകുമ്പോഴല്ലേ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഹൈറ്റ് ഇപ്പോൾ ഈ മരത്തിൻ്റെ ഹൈറ്റ് നോക്കി. ഈ മരത്തിൻ്റെ ഹൈറ്റ് ഇത് ഇത്ര ഉണ്ട്. നമ്മൾ ഈ ഹൈറ്റിൽ നിന്ന് ഇപ്പോൾ താഴത്തോട്ട് തന്നെ. നമ്മളിതിന്റെ ഏറ്റവും ടോപ്പിലെ ടോപ്പ് സ്റ്റേഷന്റെ വ്യൂ എത്ര മീറ്റർ ആയിരുന്നു? 3400 മീറ്റർ ആണ്. 3400 മീറ്റർ ആയിരുന്നു. കാൽമാട്ടിയിലെ ഇന്റീരിയർ വീടുകൾ. ഫുള്ള് ഗ്യാസ് പൈപ്പാണ് വീടുകളിലോട്ട്. ഇതിലെ ലാഭം വീടുകളാണ്. മൊത്തം വലിയ ഫെൻസ് കെട്ടി മറച്ചേക്കുക രണ്ട് സൈഡും. ഇങ്ങനെയാണ് ഇവിടുത്തെ വീടുകൾ. നല്ല പൈസക്കാരുടെ വീടാന്ന് തോന്നുന്നു. മിറ്റമൊക്കെ എല്ലാം അതിൻ്റെ ഉള്ളിൽ, ഈ മതിലിനുള്ളിലാണ്. ഇതുണ്ടോ വീട്ടിലോട്ടുള്ള ഗ്യാസ് പോണ പൈപ്പാണിത്. വലിയ പൈപ്പ് പോവും. ആ വലിയ പൈപ്പിൽ നിന്ന് ചെറിയ പൈപ്പ് കണക്ട് ചെയ്യും. അതാണ് വീട്ടിലോട്ട് കൊടുക്കുന്നത്. വലിയ പൈപ്പ് ഫ്രീ ഗ്യാസ് അല്ലേ? ഇവർക്ക് ചെലവുണ്ട്. കാരണം ഏജ് കൂട്ടിയിട്ട്